പരിപാവനമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠതകൾ നിറഞ്ഞ 27-ാം രാവിലേക്ക് ഏതാനും മിനിറ്റുകൾ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത് കാണുന്നത് 27-ാം രാവിലേക്ക് പ്രവേശിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 27-ാമത്തെ പകലിലാവാം. എന്നാണെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ പറയുകയാണ്. 27-ാം രാവ് നമുക്കാർക്കും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. വീട്ടിലിരുന്ന് ഉമ്മമാര്, സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പള്ളിയിലിരുന്ന് വാപ്പമാര് എന്തൊക്കെ കാര്യം ചെയ്യണം, ഇന്ന് ഏതൊക്കെ ദിക്ർ പറയണം, സ്വലാത്ത് പറയണം, തസ്ബീഹ് പറയണം, ഖുർആൻ ആയത്തോതണം, ഖുർആൻ സൂറത്തോതണം, വിശദമായി ഇന്നത്തെ രാത്രിയുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെ ഒന്ന് ഉൾപ്പെടെ തൗബ എങ്ങനെയാണെന്നുൾപ്പെടെ വിശദമായി പറയുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഒട്ടും ചോരാതെ അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ റമദാനിൻ്റെ അതിപ്രധാനപ്പെട്ട 27-ാം രാവ് നമ്മളിലേക്ക് വരാൻ ഏതാനും മണിക്കൂറുകൾ അല്ല മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് കേട്ട ഉടൻ തന്നെ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട രാവാണ് 27-ാം രാവ്. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 83 വർഷവും 4 മാസവും തുടർച്ചയായി ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന് കിട്ടുന്നത് പോലത്തൊരു പ്രതിഫലം അല്ലാഹു ഇന്നത്തെ രാത്രി നമുക്ക് തരും. അതാണ് ലൈലത്തുൽ ഖദർ. 83 വർഷം പോയിട്ട് ഒരു ദിവസം വേണ്ട, 1 മണിക്കൂർ തുടർച്ചയായിട്ട് നമുക്ക് ദിക്ർ പറയാൻ പറ്റുന്നുണ്ടോ, സ്വലാത്ത് പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് മടിയല്ലേ? അപ്പോൾ ഈ ഇന്നത്തെ രാത്രി നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഹയാത്താക്കിയാൽ, പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ഇഅ്തികാഫിലിരുന്നാൽ, അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ദിക്റും സ്വലാത്തും നിസ്കാരവും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടിയാൽ നമുക്ക് എന്ത് കിട്ടും? 83 വർഷവും 4 മാസവും ഒരാളെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുമെന്നാണ്. അത് മതി രക്ഷപ്പെടാൻ. അപ്പോൾ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആണെന്ന പ്രതീക്ഷയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ രാത്രിയെ ഹയാത്താക്കാൻ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇത് റമദാനിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് 27-ാം രാവിലും 27-ാം രാവിൻ്റെ പകലിലും നാളത്തെ പകലിലും നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 1, ജമാഅത്ത് നിസ്കാരം. ഫർളായ നിസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആണുങ്ങളൊക്കെ പള്ളിയിൽ തന്നെ. നമ്മുടെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ നിങ്ങളുടെ ആൺകുട്ടികൾ ഉണ്ടാകും, പ്രായപൂർത്തിയായ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ തള്ളി പള്ളിയിലേക്ക് പറഞ്ഞു വിടണം. ഒരിക്കലും വീട്ടിൽ തന്നെ കുത്തിയിരുത്തേണ്ട അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ കാലമാണ്, IPL ക്രിക്കറ്റുള്ള സമയമാണ്, അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന സമയമാണ്. അവൻ കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചല്ലേ, അവൻ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് മകനെ താലോലിച്ച് അവിടെ തന്നെ ഇരുത്തരുത്. പ്രത്യേകം ശ്രദ്ധയോടെ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. കാരണം 27-ാം രാവാണ്. പിന്നെ ഫോണൊക്കെ ഒന്ന് പിടിച്ചു വാങ്ങി വെച്ച് നിങ്ങൾ അലമാരിയിൽ തന്നെ പൂട്ടി വെക്കുക. ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, എന്നാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ മക്കൾ നന്നാവാനല്ലേ. അല്ലെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉമ്മാനെ വാപ്പാനായിട്ട് ഇടങ്ങേറാക്കാതെ പള്ളിയിലേക്ക് ചെല്ലണം. അവിടെ നിങ്ങൾക്ക് ഇഅ്തികാഫ് ഇരിക്കാം. പള്ളിയിൽ ഫോണുമായിട്ട് ചെന്നിട്ട് പള്ളിയിൽ പോയി IPL കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ രാത്രി നമ്മളൊക്കെ പരീക്ഷ എഴുതിയ മക്കളല്ലേ, പരീക്ഷ അള്ളാഹു വിജയിപ്പിച്ചു തരണ്ടേ. അതിന് 27-ാം രാവിലെങ്കിലും അള്ളാഹിനോടൊന്നും നമുക്ക് പറയണ്ടേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോവുക. പിന്നെ ഈ സമയത്ത് ഇന്ന് മഗ്രിബിന് മുമ്പ് തന്നെ സിയാറത്ത് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യണേ. ഇനി 27-ാം രാവിലേക്ക് പ്രവേശിച്ചിട്ട് പള്ളി അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, വണ്ടി വിളിച്ച് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എന്തിനാണ് ആ പുണ്യം കളയുന്നത്? നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഇഅ്തികാഫ് ഇരുന്നിട്ട് ആ പ്രതിഫലം അള്ളാഹുലേക്ക് വാങ്ങാം. സിയാറത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് പോകും. പല നാടുകളിലും അങ്ങനെ ഞങ്ങളൊക്കെ പണ്ട് മുതലേ മൊയിലാരെ ചെയ്തു വരും, നിങ്ങളിപ്പോൾ ഇങ്ങനെ വരുന്ന പറഞ്ഞാലോ എന്ന് പറയുന്നവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകളോടൊന്നും ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ഇഅ്തികാഫിൻ്റെ സമയത്ത് ഇഅ്തികാഫ് തന്നെ. അതിപ്പോൾ സിയാറത്ത് ചെയ്യണ്ടെന്നല്ല, സിയാറത്ത് വേണം. എപ്പോൾ? നമ്മൾ ഈ പകലിൽ തന്നെ സിയാറത്ത് ചെയ്യുക. ഇനിയിപ്പോൾ അസറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പകൽ ചെയ്താലും മതി. 27-ാം രാവിലെ തന്നെ സിയാറത്ത് ചെയ്യണമെന്ന് ഒരു കിതാബിലില്ല കേട്ടോ. എന്താ 27-ാം രാവിന് ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ടത് സിയാറത്ത്? എവിടെ? ഒന്നുമില്ല. നിങ്ങൾക്ക് നാളെ പകൽ ചെയ്യാലോ. ഈ ഒരു രാത്രി പള്ളിയിൽ തന്നെ ഇഅ്തികാഫിന്റെ നിയത്തായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയാൽ തന്നെ പ്രതിഫലമാണ്. ഇഅ്തികാഫിന്റെ നിയത്ത് മറന്നു പോകരുതേ. പുരുഷന്മാർ പള്ളിയിൽ കയറുമ്പോൾ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഇന്ന് മഗ്രിബ്, ഇശാ, തറാവീഹ്, അത് കഴിഞ്ഞ് നിങ്ങൾ പള്ളിയിൽ തന്നെ നിങ്ങൾ താമസിക്കുക. പള്ളിയിൽ തന്നെ ഇഅ്തികാഫിന്റെ നിയത്ത് വെച്ച് അവിടെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുക. ഉറക്കം വരികയാണെങ്കിൽ കിടന്നുറങ്ങിയാലും പ്രതിഫലമാണ്.
പിന്നെ ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാ. നബി തങ്ങൾ അവിടെ വന്നിട്ട് പറഞ്ഞു, മുആദേ, നീ ഇഅ്തികാഫ് ഇരിക്കുന്നത് കണ്ടിട്ട് അല്ലാഹു തആല പറയുന്നു മുആദിനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു മലക്കുകളും നിന്നെ ഇഷ്ടപ്പെട്ടു മുആദേ, അതുകൊണ്ട് ഞാനും നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു യാ മുആദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹിൻ്റെ സ്നേഹം, മലക്കുകളുടെ സ്നേഹം, മുത്തായ റസൂലിൻ്റെ സ്നേഹം കിട്ടാനുള്ള അതിപ്രധാനപ്പെട്ട ഒരു അമലാണ് ഇഅ്തികാഫ്. അത് പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയിരിക്കുക. ഉമ്മമാരെ, നിങ്ങളോ വീട്ടിൽ തന്നെ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ നിസ്കാര പാലിരുന്നിട്ട് നിങ്ങൾ ദുആരക്കുക. നിങ്ങൾക്കും അല്ലാഹു തആല അള്ളാഹ് തരുന്നവനാണ്. അല്ലാഹു തആല നിങ്ങൾക്കും ആ ഇഅ്തികാഫിൻ്റെ പുണ്യമൊക്കെ തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് നമ്മൾ അള്ളാഹിനോട് ദുആരക്കുക, പടച്ചോനെ എനിക്കും ആഗ്രഹമുണ്ട് ഒരുപാട് നിസ്കരിക്കാൻ, ഇനി ഒരുപാട് നോമ്പെടുക്കാൻ, ഒരുപാട് ഇഅ്തികാഫ് ഇരിക്കാൻ, ഒരുപാട് ദിക്ർ പറയാൻ. നമുക്ക് മനസ്സിൽ നിയ്യത്തുള്ള കാലത്തോളം നമുക്ക് അല്ലാഹു തആല പ്രതിഫലങ്ങൾ തന്നുകൊണ്ടിരിക്കും. പിന്നെ ശ്രദ്ധിക്കുക, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾക്ക് കിട്ടുന്ന മറ്റൊരു പ്രതിഫലം. പുരുഷന്മാരെ ശ്രദ്ധിക്കണേ, ഇന്നത്തെ രാത്രി ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ മൂപ്പരുടെ മുഖത്ത് വെള്ളം തളിച്ചിട്ടെങ്കിലും പള്ളിയിലേക്ക് പറഞ്ഞു വിടുക. നിങ്ങളുടെ മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുക. ഇന്നത്തെ രാത്രി പുരുഷന്മാർ പള്ളിയിൽ കിടക്കട്ടെ, ഇഅ്തികാഫിന്റെ നിയത്തായിട്ട് അവിടെ ഇരിക്കട്ടെ. കാരണം പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വലിയ കിടങ്ങ് അല്ലാഹു തആല അവന്റെയും നരകത്തിന്റെയും ഇടയിൽ കുഴിക്കുമെന്നാണ് ഇഅ്തികാഫ് പള്ളിയിൽ ഇരിക്കുന്നവനിക്ക് കിട്ടുന്ന പ്രതിഫലം. ഒരു ഖന്ദഖ്, ഒരു കിടങ്ങിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ ആകാശഭൂമിയുടെ വ്യത്യാസമുണ്ട്. ആകാശഭൂമിയുടെ ഇടയിലുള്ള ദൂരമാണ് ഒരു കിടങ്ങിനുള്ള ഒരു ദൂരം എന്നാണ്. അത്രമാത്രം നരകത്തിൽ നിന്നും വിദൂരമാകുന്ന അതിപ്രധാനപ്പെട്ട, നമുക്ക് ഒരു തരത്തിലും ശാരീരികമായി വ്യായാമമില്ലാത്ത ഒരു ഇബാദത്താണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് പള്ളിയിലിരിക്കുക. ഇന്നത്തെ തറാവീഹ് ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല. വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അവ്വാബീൻ നിസ്കാരം പറ്റുന്നവർ നിസ്കരിക്കുക. ഖിയാമുൽ ലൈൽ, അതുപോലെ തന്നെ നമ്മുടെ തസ്ബീഹ് നമസ്കാരം, തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപവും കോലവും ഒക്കെ നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞതാണ്. പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രൂപവും നമുക്കറിയാം, തറാവീഹിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപവും നമുക്കറിയാം, വിത്ർ നിസ്കാരത്തിൻ്റെ രൂപവും അറിയാം. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഒരുപാട് വട്ടം വിശദീകരിച്ചതാണ്, ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്, ഏതാണ് റക്അത്ത്, ഏതൊക്കെയാണ് സൂറത്ത്, എന്താണ് നിയ്യത്ത്, എത്ര പ്രാവശ്യം പറയണം ദിക്ർ എന്നൊക്കെ വിശദമായി നമ്മൾ കഴിഞ്ഞ ദിവസം ഇറക്കിയ വീഡിയോയിലുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ പരമാവധി വിശുദ്ധമായ ഖുർആൻ ഓതുക, സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, പിന്നെ അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. നരകമോചനത്തിൻ്റെ തസ്ബീഹുകൾ പറയുക. ഏതാണ് നരകമോചനത്തിൻ്റെ തസ്ബീഹ്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ ദിക്ർ നമ്മൾ അധികരിപ്പിക്കണേ. കൂടാതെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, ആ ദിക്റും നമ്മൾ പറയണം. പിന്നെയോ നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്ർ സ്വർഗത്തിൻ്റെ പ്രവേശന ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന എന്ന ദിക്ർ നമ്മൾ അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു ദിക്റാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ ഞാൻ എന്താണ് നബിയെ കൂടുതൽ പറയേണ്ടതെന്ന് ആയിഷ ബീവി ചോദിച്ച സമയത്ത് മുത്തായ ഹബീബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ നീ പറയണേ എന്ത്? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് നമ്മൾ പറയുന്ന ദിക്റാണ്, നമുക്കറിയാവുന്ന ദിക്റാണ്. ഈ ദിക്ർ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കണേ ഇന്നത്തെ രാവിൽ. അതുപോലെ തന്നെ അസ്മാ ഉൽ ഹുസ്ന നമ്മൾ ഓതണേ, അല്ലേ? യാ അല്ലാ, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, യാ ഖുദ്ദൂസു, യാ സലാമു, യാ മുഅ്മിനു, യാ മുഹൈമിനു, യാ അസീസു, യാ ജബ്ബാറു, യാ മുതകബ്ബിറു, യാ ഖാലിഖു, യാ ബാരിഉ, യാ മുസവ്വിറു, യാ ഗഫാറു, യാ ഖഹാറു, യാ വഹാബു, യാ റസ്സാഖു, യാ ഫത്താഹു, യാ അലീമു, യാ ഖാബിദു, യാ ബാസിതു, യാ ഹാഫിദു, യാ റാഫിഉ, യാ മുഇസ്സു, യാ മുദില്ലു, യാ സമീഉ, യാ ബസീറു, യാ ഹകമു, യാ അദ്ലു, യാ ലതീഫു, യാ ഖബീറു, യാ ഹലീമു, يا عليم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا حميد يا محصي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا
മുഅഖിറു യാ അവ്വലു യാ ആഖിറു യാ ളാഹിറു യാ ബാത്തിനു യാ വാലി യാ മുതആലി യാ ബർറു യാ തവ്വാബു യാ മുന്തഖിമു യാ അഫൂ യാ റഊഫു യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിതു യാ ജാമിഉ യാ ഗനിയു യാ മുഗ്നി യാ മാനിഉ യാ ളാറു യാ നാഫിഉ യാ നൂറു യാ ഹാദി യാ ബദീഉ യാ ബാഖി യാ വാരിഥു യാ റഷീദു യാ സബൂർ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതൊക്കെ പച്ചവെള്ളം പോലെ അറിയാവുന്ന എത്രയോ ഉമ്മമാരാണുള്ളത്. എല്ലാ ദിവസവും 1, 2, 3 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന പറയുന്ന ഉമ്മമാരുണ്ടല്ലോ. അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ 99 പേര് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവന്റെ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ രാവിലെ നമ്മൾ ദുആ രക്കണേ ഉമ്മമാരെ. നിസ്കാരപ്പായിലിരുന്നിട്ട് നിങ്ങൾ ഈ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ രക്കണേ. നിങ്ങളുടെ മക്കളുടെ കാര്യം പറയണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിയുടെ കാര്യം, മക്കൾ ഗൾഫിലുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നിസ്കാരപ്പായിലിരുന്ന് ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ദുആ രക്കണേ. അല്ലാഹു തആല നമ്മുടെ ദുആനെ സ്വീകരിക്കട്ടെ. പിന്നെ ചെയ്യേണ്ടത് സൂറത്തുൽ ഖദർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ഒരു സൂറത്തുൽ ഖദർ ഒരുപാട് വട്ടം നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നുള്ള ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ മറന്നു പോവണ്ട. പിന്നെയോ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ആ ദിക്ർ ഇങ്ങനെ അധികരിപ്പിക്കണേ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റമളാനിൽ ആദ്യത്തെ 10ലും രണ്ടാമത്തെ 10ലും നമ്മൾ പറഞ്ഞ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ നമുക്ക് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിൽ. ഇങ്ങനെ എത്രയോ ദിക്ർ അറിയാം. സ്വലാത്തുകൾ, സ്വലാത്തുൽ നാരിയ, അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ ഇബ്രാഹിമിയ, അതുപോലെ തന്നെ സ്വലാത്തു തിബ്, സ്വലാത്തുൽ ഫാത്തിമിയ, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം. ഈ സ്വലാത്തുകളൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് നല്ലവണ്ണം ദ്വാരക്കുക, തൗബ ചെയ്യുക. തൗബ എങ്ങനെയാണെന്ന് കഴിഞ്ഞ രാവിലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4 നിബന്ധനയുണ്ട്. ഒന്നാമത് നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ മേൽ ഖേദമുണ്ടാവണം. പിന്നെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തണം. പിന്നെയോ ഒരിക്കലും ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങില്ല എന്ന് ഉറപ്പിക്കണം. 4-മത്തേത് നമ്മുടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹക്കിടപാടുണ്ടെങ്കിൽ അത് തീർക്കണം. എന്നിട്ട് ഇസ്തിഗ്ഫാർ പറയുക. പിന്നെ എങ്ങനെയാ തൗബയുടെ കൃത്യമായ രൂപം രാവിലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. അത് കേട്ടു നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവും. ഇസ്തിഗ്ഫാർ പറയുക, പടച്ചോനോട് കരൾ പൊട്ടി നമ്മൾ പറയുക, നെഞ്ചു പൊട്ടി പറയുക. കരയാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ്. കരഞ്ഞുകൊണ്ട് ദ്വാരക്കുക. ഇന്നത്തെ രാത്രി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് വന്നാൽ അത് മതി നമുക്ക് വിജയിക്കാൻ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീർന്നില്ല, ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്ത് തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. പരിശുദ്ധമായ റമളാനിന്റെ ഒറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണേ. എന്നിട്ട് പറയുന്നു, ഇഖ്റ കുല്ല ലൈല, എല്ലാ രാത്രിയിലും നിങ്ങൾ പാരായണം ചെയ്യണം സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് സൂറത്ത് ഓതനെ 3 മറാത്തിൻ, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതനെ. ഫഇൻ സ്വാദഫത്ത് ഖിറാഅത്തു ലൈലത്തുൽ ഖദ്ർ, ഒരാള് റമളാനിന്റെ എല്ലാ രാത്രിയിലും 3 പ്രാവശ്യം വെച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഓതി. അത് ഓതിയ ഏതെങ്കിലും ഒരു രാത്രിയിൽ അത് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ കമൻ ഖറഅ, അവൻ ഒരുവനെ പോലെ ആകുന്നതാണ്. എങ്ങനെ? ഖറഅൽ ഖുർആനൽ കരീം കാമിലൻ, മുഴുവൻ ഖുർആൻ ഓതിയവനെ പോലെ അവനിക്ക് പ്രതിഫലം അല്ലാഹു തരുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ രാത്രി മറന്നു പോകരുത്. കഴിയുമെങ്കിൽ ഒരു 33 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, അല്ലെങ്കിൽ 101 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്. കാരണം നമുക്കിത് ഇന്നത്തെ രാത്രി ഹയാത്താക്കണമെങ്കിൽ എന്തെങ്കിലും ഇബാദത്ത് വേണ്ടേ? ആ ഇബാദത്തുകളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഉസ്താദ് ഇത്രയും നേരം നമ്മൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. അതുപോലെ തസ്ബീഹ് നിസ്കാരം,
അതുപോലെ വിത്തർ നിസ്കാരം, ഖിയാമുൽ ലൈൽ, രാത്രി വെറുതെ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുക, 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി, വീണ്ടും 2 റക്അത്ത് ഇങ്ങനെ അല്ലാഹു തആലക്ക് വേണ്ടി ഖിയാമുൽ ലൈൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് നിസ്കരിക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ഇന്നത്തെ രാത്രിയും പിന്നെ ഇനിയുള്ള ദിവസങ്ങളിലും രാവിലും പകലൊക്കെ ചെയ്യാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ റമദാൻ അനുകൂല സാക്ഷിയായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരുമെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ നമുക്കൊരു 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ അതിപ്രധാനമായി നമ്മൾ കാത്തിരിക്കുന്ന 27-ാം രാവിലെ നമുക്ക് സ്വീകരിക്കാം. എങ്ങനെയാ? ഒരു 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവരും ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്ന കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാവരും ഈ പരിശുദ്ധമായ ഈ റമളാനിന്റെ 27-ാം രാവിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. 27-ാം രാവിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റഹ്മാനെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം എന്നാണെങ്കിലും ഞങ്ങൾക്കത് നീ തരണേ അല്ലാഹ്. അത് തടയപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ ഒരുപാടുണ്ട്, എല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സദസ്സിൽ പ്രത്യേകം ദ്വാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാവിധ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്ക റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ലോക മുസൽമാന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഗസയിൽ, ഫലസ്തീനിൽ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ നീ കാക്കണേ റബ്ബേ. എല്ലാവിധ ഖൈറാത്തുകളും ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആയിൽ, വിലയേറിയ ദുആകളിൽ ഈ പറയുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, അവരെയും അവരുടെ കുടുംബത്തെയും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം. രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓരോ വീഡിയോയും നിങ്ങൾ കൃത്യസമയത്ത് എത്തുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീഡിയോ കാണുക, അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. കൂടാതെ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മുടെ പ്രത്യേകമായ ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ മജ്‌ലിസ് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ആരൊക്കെ ആ മജ്‌ലിസിൽ ദ്വാരക്കാൻ പറയുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി അവസാനം ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം, നമ്മുടെ ഈ ഒരു ഇൽമിന്റെ കൂട്ടായ്മ അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോയുടെ
എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി എന്തിനെ, തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാണ്. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുദു മുറിഞ്ഞാൽ വുദു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട, ഈ വീഡിയോ കണ്ടു നോക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.